മണികണ്ഠൻ മഹിഷിയെ വധിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നതിനായാണ് മണ്ഡല തീർത്ഥാടനത്തോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തർ പേട്ട തുള്ളുന്നത്. മഹിഷിയെ നിഗ്രഹിച്ചത് എരുമേലിയിലാണെന്നാണ് വിശ്വാസം. ഇവിടെ അയ്യപ്പ ക്ഷേത്രവും വാവര് പള്ളിയുമുണ്ട്. കൊച്ചമ്പലത്തിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് വാവര് പള്ളിയിലെത്തി കാണിക്കയിടും. അവിടെ നിന്ന് നേരെ വലിയമ്പലത്തിലേക്ക് പോകും. മതേതര സങ്കല്പം പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവാണിത്. അന്നൊക്കെ മണ്ഡല മകരവിളക്ക് സമയത്ത് മാത്രമായിരുന്നു പേട്ടതുള്ളൽ. നിലവിൽ മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും തുള്ളലുണ്ട്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളലാണ് കീർത്തി കേട്ടത്. അമ്പലപ്പുഴ സംഘം ആദ്യം പേട്ടതുള്ളലിന് തയ്യാറായി നിൽക്കും. ആകാശത്ത് പരുന്തു വട്ടമിട്ട് പറക്കുന്നതോടെ ഈ സംഘം ചെറിയമ്പലത്തിന്റെ തെക്കേ നടയിൽ നിന്ന് പുറപ്പെടും. ആലങ്ങാട്ടുകാർ തിരിക്കണമെങ്കിൽ നട്ടുച്ചയ്ക്ക് ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിയണം. ആ ദർശനമില്ലാതെ ഇവർ തിരിക്കില്ല. ഇവിടെ നിന്ന് നേരെ വലിയമ്പലത്തിലേക്കാണ് പോകുന്നത്. വാവര് പള്ളിയിൽ കയറുകയോ കാണിക്ക അർപ്പിക്കുകയോ ചെയ്യാറില്ല. അമ്പലപ്പുഴക്കാരോടൊപ്പം വാവര് സ്വാമിയും കൂടെ വരുമെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് അവർ കാണിക്കയിടാതെ പോകുന്നത്. കർമ്മത്തിന്റെയും ഭക്തിയുടെയും വഴികളും രീതികളും പല വിധത്തിലുണ്ട്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ശക്തി ഒന്നു മാത്രമാണ്. ഇതാണ് വാവര് പള്ളിയിൽ നിന്നും എരുമേലിയിലെ 2 ശാസ്താ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപോലെ കൈനീട്ടി പ്രസാദം വാങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കേണ്ട ആത്മീയ പാഠമെന്ന് സജീഷ് ബാപ്പറ്റ എഴുതിയ ശ്രീധർമ്മശാസ്താവ് ഐതിഹ്യം, ചരിത്രം, തീർത്ഥാടനം എന്ന പുസ്തകത്തിൽ പറയുന്നു. കൊല്ലവർഷം ധനു 27-നാണ് എല്ലാ കൊല്ലവും പേട്ടതുള്ളൽ നടക്കുന്നത്. പേട്ടതുള്ളുന്നത് യുദ്ധപ്രതീതിയിലാണ്. ഇത് മറ്റുള്ളവരോടുള്ള യുദ്ധമല്ല, മറിച്ച് അവനവനോട് തന്നെയുള്ള പോരാട്ടമായാണ് കാണുന്നത്. ഭക്തരുടെ ഉള്ളിലെ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മത്സര്യം എന്നിവയെ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടിത് നമ്മളിലെ അനീതിയോടും അധർമ്മത്തോടുമുള്ള യുദ്ധമാണ്. ഇതെല്ലാം ഇല്ലാതാകുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ആനന്ദം നിറയും. പേട്ടതുള്ളലിലൂടെ ഈ ആനന്ദം നമുക്ക് ലഭിക്കുമെന്ന് ആചാര്യ M.R. രാജേഷ് എഴുതിയ അയ്യപ്പ രഹസ്യം എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. വാവരും എരുമേലി ക്ഷേത്രങ്ങളുമായും വലിയ ബന്ധമാണുള്ളത്. വാവര് കടൽ കൊള്ളക്കാരനായിരുന്നുവെന്ന് മുൻപ് പറഞ്ഞിരുന്നുവല്ലോ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് 2 ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് വാവര് പന്തളം രാജ്യത്തെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നുവെന്നും രണ്ടാമത്തേത് അയ്യപ്പനും വാവരും സുഹൃത്തുക്കളും സഹപാഠികളുമായിരുന്നു എന്നതുമാണ്. വാവരെക്കുറിച്ച് നിറം പിടിപ്പിച്ചതും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ ധാരാളം കഥകളുണ്ട്. ശാസ്താംപാട്ടുകളിൽ അയ്യപ്പന്റെ ഉറ്റമിത്രമായാണ് വാവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ വാവരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായ വാവരെയാണ് കാണുന്നത്. ഇവർ രണ്ടും 2 പേരാണെന്ന വാദവുമുണ്ട്. കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് കിളിപ്പാട്ട് രീതിയിൽ എഴുതിയ ഒരു പുരാതന കാവ്യമാണ് ശ്രീഭൂതനാഥോപാഖ്യാനം. എന്നാൽ ഇത് അയ്യപ്പ കഥയുടെ മൂലകൃതി അല്ലെന്നും മൂലകൃതി സംസ്കൃതത്തിലാണെന്നും വാദമുണ്ട്. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് പന്തളത്തേക്ക് തിരിച്ചു പോവുകയായിരുന്ന അയ്യപ്പൻ തന്റെ സംഘാംഗമായ വാവറിനോട് ആ വഴി കടന്നു പോകുന്നവർക്ക് ദുഷ്ടമൃഗങ്ങളുടെ ശല്യമുണ്ടാകാതെ നോക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പന് പന്തള രാജാവ് ക്ഷേത്രം നിർമ്മിച്ചു നൽകി. അതോടൊപ്പം വാവറിന് എരുമേലിയിൽ മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തതായി ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശമുണ്ട്. കൂടാതെ ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപവും വാവര് ക്ഷേത്രം പണി കഴിപ്പിച്ചു. എരുമേലിയിലെ വാവർ പള്ളി പന്തളത്തു രാജാവ് പണി കഴിപ്പിച്ചതാണെന്നാണ് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ ആരാധന നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ആരാധനാലയം ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കാം. കുരുമുളകാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പത്തനംതിട്ട വായ്പൂരിലുള്ള വാവർ കുടുംബത്തിന്റെ കീഴിലാണ് ശബരിമലയിലെ വാവർ നട പ്രവർത്തിക്കുന്നത്. വാവർ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ പരികർമ്മികൾ. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു പന്തളം രാജവംശത്തിലുള്ളവർ. വാവർ കുടുംബവും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. പുന്നക്കോട്, ചില്ലനായ്ക്കപ്പെട്ടി എന്നീ ഗ്രാമങ്ങളുടെ കിഴക്കുള്ള അവിരാംകോവിലിൽ നിന്നാണ് വാവരുടെ പിൻതലമുറക്കാർ ഇവിടെ എത്തിയത്. കലിവർഷം 4441 കാഞ്ഞിരപ്പള്ളിയിലെ പിച്ചകപ്പള്ളിമേട്ടിലെ പള്ളി വീട്ടിൽ ഇവർ താമസം തുടങ്ങി. കൊല്ലവർഷം 915 ശേഷം ഇവർ മല്ലപ്പള്ളിയിലെ വായ്പൂരേക്ക് താമസം മാറ്റി. കൊല്ലവർഷം 968 ശിങ്കാര മഹമ്മദുവിന്റെ പേർക്ക് പന്തളം പുലിക്കാട്ട് കണ്ടൻ കേരളൻ നൽകിയ
ചെമ്പ് പട്ടയത്തിൽ ചില അവകാശങ്ങൾ വാവർ കുടുംബത്തിന് പതിച്ചു നൽകിയിട്ടുണ്ട്. വാവർ ആയുർവേദ ഭിഷഗ്വരനായിരുന്നുവെന്ന് ഇതിൽ പരാമർശമുണ്ട്. വാവർ പള്ളിയുടെ അവകാശ തർക്കം കേരള ഹൈക്കോടതിയിലെത്തിയപ്പോൾ കണ്ടൻ കേരളൻ നൽകിയ ചെമ്പ് പട്ടയം ഹാജരാക്കിയിരുന്നു. വാവരുടെ ഇന്നത്തെ തലമുറ പരമ്പരാഗതമായി ലഭിച്ച അറബി യുനാനി ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിനാൽ പരമ്പരാഗത ആയുർവേദ ചികിത്സാ വിദഗ്ധരുടെ കുടുംബമായിരുന്നു വാവരുടേതെന്ന് കരുതുന്നു. ആദിവാസി തലവനും ശക്തനുമായിരുന്ന കരിമല ഉദയനനെ ഏറെ പണിപ്പെട്ടാണ് അയ്യപ്പനും വാവരും കീഴടക്കിയതെന്ന കഥയും പ്രസിദ്ധമാണ്. പന്തളം രാജവംശത്തിന് നിരന്തരം ഭീഷണിയായിരുന്നു ഉദയനൻ. കരിമലയിലെ ഇയാളുടെ കോട്ട ആക്രമിച്ചു തകർത്ത ശേഷമാണ് അയാളെ വധിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായാണ് പന്തളം രാജാക്കന്മാർ ശബരിമല അമ്പലവും വാവര് പള്ളിയും പണിതതെന്നാണ് കഥ. 18-ാം പടിക്ക് കിഴക്കാണ് വാവരുടെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് അദ്ദേഹത്തിന്റെ ദർശനം.